ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു ഇറാനി പോള ചെയ്താലോ? പേര് പോലെ തന്നെ വ്യത്യസ്തമായൊരു പാചകമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന പച്ചക്കറികൾ നമ്മളിവിടെ അരിഞ്ഞു കൂട്ടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും തക്കാളിയും ക്യാപ്സിക്കവും ഇതാണ് ഇതിൻ്റെ മെയിൻ ഘടകങ്ങൾ. പിന്നെ കുറച്ച് മല്ലിയിലയും. ഇതാണ് പച്ചക്കറികൾക്ക് വേണ്ടുന്ന ആവശ്യമായ ഘടകങ്ങൾ. അപ്പോൾ നമുക്കൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞതും വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും അതേപോലെ തന്നെ സവാള കൊത്തിയരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവയൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴഞ്ഞ് ഒരു വാടിയ പരുവത്തിലേക്ക് എത്തിക്കാം. നമുക്കതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മളുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഉപ്പ് പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് വാടി വരട്ടെ. ഒത്തിരി അങ്ങ് വാടിപ്പോണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2-3 ഇളക്ക് അത്രയേ ഉള്ളൂ. നമുക്കതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഗിരാഞ്ചി സ്പെഷ്യൽ ചിക്കൻ മസാല. ശരിയല്ലേ? എൻ്റെ പ്രൊഡക്റ്റിനെ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യണ്ടേ? അപ്പം നമ്മളുടെ ഗിരാഞ്ചി സ്പെഷ്യൽ ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. നമുക്കതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 കപ്പ് അളവിൽ നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ട, 1 കപ്പ് മൈദ. ഇനി 1 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ബേക്കിംഗ് പൗഡർ, കുരുമുളക് പൊടി ചേർത്തു. കുറച്ച് ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മിക്സിയിലടിക്കുക. ഇനി നമുക്ക് 1 കപ്പ് പാലും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ നമുക്ക് അളന്നൊഴിക്കാം. എല്ലാം എടുക്കുന്ന കപ്പ് ഏതാണോ അതിനകത്ത് തന്നെ എടുത്ത് വെച്ചാൽ മതി. 1 കപ്പ് മൈദ, 1 കപ്പ് എണ്ണ, 1 കപ്പ് പാൽ. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇതാ ഈ പരുവത്തിൽ കിട്ടി. ഇനി ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ ക്ലാസ്സിലാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയ പാത്രം ഇത്രേ കിട്ടിയുള്ളൂ. അത് നമുക്കൊരൽപ്പം എണ്ണ തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ആ എണ്ണയൊന്ന് എത്തിച്ചു കൊടുക്കുക. അതിലേക്ക് അരച്ച മാവിൻ്റെ പകുതി ഒഴിക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി വയ്ക്കുക. ആ എത്താത്ത ഭാഗത്തേക്ക് ഒന്ന് പതുക്കെ ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിന്ന് ആയിക്കോളും. അപ്പോൾ അതായി. ഇനി ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വേവിക്കാൻ പാടുള്ളൂ. പറ്റുമെങ്കിൽ അതിൻ്റെ താഴത്തൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല നിരത്തി കൊടുക്കാം. കണ്ടോ, ഏകദേശമായിട്ടുണ്ട്. അതായത് മസാല താഴ്ന്നു പോകരുത്, അത് നോക്കിയാൽ മാത്രം മതി. അല്ലാണ്ട് വെന്ത് അങ്ങ് ഉണങ്ങിപ്പോകരുത്. അതിലേക്ക് ഒരല്പമല്ല, നമ്മൾ ആ ചെയ്ത് വെച്ചേക്കണ മസാല അങ്ങ് വിതറി ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് തീരെ അങ്ങ് സൈഡിലേക്ക് വരണ്ടെന്ന് മാത്രം. നടുക്കും എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങോട്ട് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിളിൽ ചെയ്തേക്കണേ. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിക്കൻ, ഇതിനകത്ത് ചിക്കൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വേവിച്ച് മിക്സിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ ചിക്കൻ്റെ ഇറാനിപ്പോളയാകും. ഇതിപ്പം വെജ് ഇറാനിപ്പോളയായിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും നിരത്തി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ചേർത്ത ആ മസാലകൾ മൊത്തം ഒന്ന് മൈൽഡ് മസാല കേട്ടോ. ഒത്തിരി അങ്ങ് എരിവുള്ളതോ പുളിയുള്ളതുള്ള മസാലകളൊന്നും അല്ല. ലൈറ്റ് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കുരുമുളകും ലേശം ചിക്കൻ മസാലയും കൂടി ചേർത്തില്ല, ഒരു ലൈറ്റ് മസാലയാണ്. അപ്പോൾ അത് മൊത്തം നിരത്തിയ ശേഷം നമുക്കതിൻ്റെ മീതയിലേക്ക് നമ്മുടെ ബാക്കിയുള്ള മാവ് കൂടി കറക്കി ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക.
ഇനി ഇത് ഇരട്ടിയായിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എടുത്ത ഒരു കപ്പ് എടുത്തെങ്കിൽ 2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലെയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ലെയർ ഒഴിച്ചിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ബാക്കി മസാല ഇടുക, ബാക്കി ലെയർ മാവ് ഒഴിക്കുക, അങ്ങനെ 1, 2, 3 ലെയറായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ പാത്രം അല്പം വലിപ്പമുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ പരന്ന ഒരു ഇറാനിപ്പുളിയെ കിട്ടത്തുള്ളൂ. ഇച്ചിരി വലിപ്പം കുറഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടി കിട്ടിയാൽ. അപ്പോൾ ആ മൊത്തം ഒഴിച്ച ശേഷം നമുക്ക് അതിൻ്റെ മീതയിലേക്ക് ആ വട്ടത്തിൽ മുറിച്ച് വെച്ച ക്യാപ്സിക്കം നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കാം. നിങ്ങൾക്കുള്ള പോലെയൊക്കെ നമുക്ക് അലങ്കരിക്കാം. ഇവിടെ തന്നെ ഇനി ബാക്കിയുള്ള ആ മിക്സില്ലേ പച്ചക്കറി വഴറ്റിയിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിലും 1-2 സ്പൂൺ മിച്ചം വച്ചേക്കുക. അതിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തേക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്ക് സമയം എടുക്കും ഇത് കുക്കാവാനായിട്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ ഇറുക്കിലി കൊണ്ടോ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. മൂടി വയ്ക്കുക. തുറന്ന് നോക്കി വെന്തിട്ടില്ല, വീണ്ടും മൂടി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആവി പോകും കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതാ ഇത് ഓക്കെ, അതിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. സ്പാച്ചില ഉണ്ടോ എന്തെങ്കിലും പാത്രം ഉണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും. കാര്യം എണ്ണമയം തൂത്തിട്ടുള്ളതാണല്ലോ നമ്മൾ. അങ്ങനെ നമ്മുടെ ഇറാനിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമത്തിയിടാം. ഒന്നെങ്കിൽ പാത്രത്തിലേക്ക് കമത്തിയിട്ട് വീണ്ടും മലർത്തി വയ്ക്കുക. ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചൂടോടെ ഉപയോഗിക്കാം, തണുപ്പിച്ചും ഉപയോഗിക്കാം. അപ്പോൾ ഒരു അടിപൊളി ഇറാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തന്നിട്ടുണ്ട്. ചിക്കൻ്റെയോ വെജിൻ്റെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് 3 നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.